എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. നമ്മളിന്ന് കേരളത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ കാണുന്ന, നമുക്കറിയാവുന്ന കേരളം, അത് ആരുടെ കണ്ണിലൂടെയുള്ള കാഴ്ചയാണ്? അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട്. ഈ ഒരു വാചകം കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്നെന്താ? നല്ല ശാന്തമായ കായൽ, പച്ചപുതച്ച തെങ്ങൻതോപ്പുകൾ, അങ്ങനെ ഭയങ്കര മനോഹരമായൊരു ചിത്രമല്ലേ? ശരിക്കും ടൂറിസ്റ്റുകൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കേരളത്തിന്റെ ഒരു മുഖം ഇതുതന്നെയാണ്. പക്ഷേ ഒരു ചോദ്യമുണ്ട്. ഈ കാണുന്ന മിനുക്കിയെടുത്ത ചിത്രം ഒരു വലിയ കഥയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണെങ്കിലോ? അതിനപ്പുറം പല പല അടരുകളുള്ള ഒരു യാഥാർത്ഥ്യമുണ്ടെങ്കിലോ? അപ്പോ യഥാർത്ഥത്തിൽ ആരാണ് ഒരു നാടിന്റെ കഥ പറയുന്നത്? ആർക്കാണതിന് അവകാശം? ശരി, അപ്പം നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് പോയി നോക്കാം. അതിന് നമ്മൾ നൂറ്റാണ്ടുകൾ പിന്നോട്ട് പോകണം. മലബാർ തീരത്തെക്കുറിച്ചുള്ള ആദ്യത്തെ യൂറോപ്യൻ വിവരണങ്ങളിൽ ഒന്നു തന്നെ തുടങ്ങാം, അല്ലേ? ഇദ്ദേഹമാണ് ഡുവാർട്ടെ ബാർബോസ. ഒരു പോർച്ചുഗീസ് എഴുത്തുകാരനും സഞ്ചാരിയുമായിരുന്നു. ഏകദേശം 16 വർഷത്തോളമാണ് അദ്ദേഹം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചെലവഴിച്ചത്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഒരു വ്യാപാരിയുടേതും ഒരു കണക്കെഴുത്തുകാരൻ്റേതുമൊക്കെയായിരുന്നു. ഒരു യൂറോപ്യൻ പരിവേക്ഷകന് എന്താണോ ഇവിടെ വിലപ്പെട്ടതായി തോന്നിയത്, ശ്രദ്ധേയമായി തോന്നിയത്, അതൊക്കെയാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. അദ്ദേഹം എഴുതിയത് നോക്കൂ. മാടായിയെക്കുറിച്ച് പറയുന്നത് അത് മൂറുകളും ജൂതന്മാരുമൊക്കെ താമസിക്കുന്ന നല്ല കച്ചവടമൊക്കെയുള്ള ഒരു കിടിലൻ തുറമുഖ നഗരമാണെന്നാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ബാർബോസയുടെ നോട്ടം എത്രത്തോളം പ്രായോഗികമായിരുന്നുവെന്ന്. കേരളത്തെ അദ്ദേഹം കണ്ടത് ഒരു വലിയ ട്രേഡിംഗ് ഹബ്ബായിട്ടാണ്, പലതരം കച്ചവടക്കാർ ഒത്തുകൂടുന്ന ഒരിടം. പക്ഷേ അദ്ദേഹത്തിന്റെ നോട്ടം അവിടെ മാത്രം ഒതുങ്ങിയില്ല. അതേസമയം തന്നെ സമൂഹത്തിൽ എത്ര ആഴത്തിൽ വേരുറച്ച ഒന്നായിരുന്നു ജാതിവ്യവസ്ഥ എന്നും അദ്ദേഹം ഒരു മറയുമില്ലാതെ രേഖപ്പെടുത്തിവച്ചു. തീയർ, പറയർ തുടങ്ങിയ ജാതികളെ അടിമകളായും അശുദ്ധരായും കണ്ടിരുന്നതിനെക്കുറിച്ച് അദ്ദേഹം എഴുതി. അതായത് അദ്ദേഹത്തിന്റെ നോട്ടം കച്ചവടത്തിലും സമ്പത്തിലും മാത്രം ഒതുങ്ങി നിന്നില്ല. ഇവിടത്തെ സാമൂഹികമായ ഉച്ചനീചത്വങ്ങളെയും അദ്ദേഹം കൃത്യമായി പകർത്തിവച്ചിരുന്നു. ഓക്കേ, ഇനി നമുക്ക് കുറച്ചുകാലം മുന്നോട്ടു പോകാം. ബാർബോസയുടെ കാലത്തുനിന്ന് ഏതാനും നൂറ്റാണ്ടുകൾ ഈ പുറത്തേക്ക്. അപ്പോഴേക്കും കഥയിൽ പുതിയൊരാൾ കൂടി വന്നു. തൂലികയോടൊപ്പം ക്യാമറ. അത് കാഴ്ചയുടെ രീതിയെ തന്നെ മാറ്റിമറിച്ചു. ഒരു പുതിയ, കുറച്ചുകൂടി ശക്തമായ രീതി കൊണ്ടുവന്നു. ഈ ഫോട്ടോ നോക്കൂ. ഇത് 1950കളിലെടുത്ത ഒരു എത്നോഗ്രാഫിക് ഫോട്ടോയാണ്. അതായത് ഒരു നരവംശാസ്ത്ര പഠനത്തിന്റെ ഭാഗമായി എടുത്തത്. ഇതിലൊരു നായർ കുടുംബത്തെയാണ് കാണുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. എന്തോ ഒരു ശാസ്ത്രീയ പഠനത്തിനു വേണ്ടി പോസ്റ്റ് ചെയ്യിച്ചതുപോലെ. എത്ര ഔപചാരികമായാണ് ഇവർ നിർത്തിയിരിക്കുന്നതല്ലേ? ഇനി അതേ 1950കളിൽ തന്നെ എടുത്ത മറ്റൊരു ഫോട്ടോ കാണിച്ചു തരാം. ഇതൊരു സ്വകാര്യ കുടുംബ ഫോട്ടോയാണ്. ഇവിടെയും ഒരു കുടുംബം തന്നെയാണ്. പക്ഷേ ആ ഫീലൊന്ന് നോക്കൂ, എത്ര വ്യത്യാസമുണ്ട്. ഇത് പുറത്തൊരാൾക്ക് കാണിക്കാനുള്ളൊരു രേഖപ്പെടുത്തലല്ല, മറിച്ച് തങ്ങളുടെ സ്വന്തം ഓർമ്മയ്ക്കു വേണ്ടി തറവാടിന് മുന്നിൽ ഒത്തുകൂടിയ ഒരു നിമിഷമാണ്. അപ്പോൾ ഈ രണ്ട് ഫോട്ടോകളും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? അതാണ് കൊളോറിയൽ നോട്ടും വ്യക്തിപരമായ നോട്ടും തമ്മിലുള്ള അന്തരം. ഒന്ന് പുറത്തുനിന്നുള്ള ഒരു ആർക്കൈവിന് വേണ്ടിയുള്ളതാണ്, ഒരു തരം മനുഷ്യരെ രേഖപ്പെടുത്താൻ. മറ്റൊന്ന് ഒരു കുടുംബ ആൽബത്തിനു വേണ്ടിയുള്ളതാണ്, വളരെ സ്വകാര്യമായ ഒരു നിമിഷം ഓർമ്മയിൽ സൂക്ഷിക്കാൻ. അവരുടെ നിൽപ്പ്, ആ ഫോട്ടോയുടെ ഉദ്ദേശം, അത് കാണുന്ന ആളുകൾ എല്ലാം തികച്ചും വ്യത്യസ്തമാണ്. ഇനി ആ ഫോട്ടോയിലേക്ക് ഒന്നുകൂടി നോക്കൂ. അവിടെ ഒരു ചോറ്റുപാത്രം ഇരിക്കുന്നത് കണ്ടു. ഇതുപോലുള്ള സാധാരണ സാധനങ്ങൾക്കു പോലും അവയുടേതായ ഒരു കഥ പറയാനുണ്ടാകും. ഫോട്ടോ എടുത്തത് ആരാണ്, എന്തിനാണ് എന്നതിനെയൊക്കെ മറികടന്ന് ആ ചോറ്റുപാത്രം പോലുള്ള വസ്തുക്കൾക്ക് നമ്മളെ നേരിട്ട് ആ പഴയ കാലവുമായി, ആ ഓർമ്മകളുമായി ബന്ധിപ്പിക്കാൻ കഴിയും, അല്ലേ? അങ്ങനെ കൊളോണിയൽ കാലഘട്ടം കഴിഞ്ഞു. അതിനുശേഷം കേരളത്തിലെ ആളുകൾ സ്വന്തം സംസ്കാരത്തെ സ്വയം പുനർനിർവചിക്കാൻ തുടങ്ങി. പുറത്തുനിന്നുള്ള നോട്ടങ്ങൾക്കപ്പുറം അവർ അവരെ തന്നെ എങ്ങനെ കാണുന്നു എന്നതിന് പ്രാധാന്യം വന്നു. അതോടെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. ഈ പറഞ്ഞ സാംസ്കാരിക പുനർനിർവചനത്തിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ മോഹിനിയാട്ടം. കേരളത്തിന്റെ തനതായ സ്ത്രീകൾ അവതരിപ്പിക്കുന്ന ഒരു ക്ലാസിക്കൽ നൃത്തരൂപം. മോഹിനിയാട്ടത്തിന്റെ ചരിത്രം ശരിക്കും രസകരമാണ്. അതിങ്ങനെ പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഒന്ന്, നൂറ്റാണ്ടുകളായി ഇവിടെ നിലനിന്നിരുന്ന ഒരു നാടൻ സ്ത്രീനൃത്ത പാരമ്പര്യം. പിന്നെ കൊളോണിയൽ കാലം വന്നപ്പോൾ അവരുടെ വിക്ടോറിയൻ സദാചാര സങ്കല്പങ്ങൾ വെച്ച് ഇതിന്റെ ശൃംഗാരഭാവത്തെക്കുറിച്ചും സമൂഹത്തിലെ പങ്കിനെക്കുറിച്ചും വലിയ ചർച്ചകളുണ്ടായി. അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പുതിയ രാജ്യത്തിന് ചേർന്ന ഒരു ക്ലാസിക്കൽ, മാന്യമായ കലാരൂപമാക്കി ഇതിനെ പുനർനിർമ്മിച്ചു. അപ്പോൾ കണ്ടില്ലേ, പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങളും അകത്തുനിന്നുള്ള ദേശീയതാബോധവും ഒക്കെ ചേർന്നാണ് ഇന്നത്തെ മോഹിനിയാട്ടം രൂപപ്പെട്ടത്. അപ്പോൾ ഇത് നമ്മൾ തുടങ്ങിയ ഇടത്തേക്ക് തന്നെ തിരികെ കൊണ്ടുവരികയാണ്.
പണ്ട് പരിവേഷകന്റെ നോട്ടം, പിന്നെ കൊളോണിയൽ ക്യാമറയുടെ നോട്ടം, ശേഷം ദേശീയവാദിയുടെ നോട്ടം. അപ്പോൾ ഇവർക്കെല്ലാം ശേഷം ഇന്നാരാണ് കേരളത്തിന്റെ കഥ പറയുന്നത്? ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് യാത്ര, മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾ, പെരിയാറിലെ വൈൽഡ് ലൈഫ് സഫാരി, വർക്കലയിലെ ബീച്ചുകൾ, പിന്നെ ആയുർവേദ ചികിത്സകൾ, ഗംഭീരമായ കഥകളി പ്രകടനങ്ങൾ. ഇന്നത്തെ കേരളത്തിന്റെ ടൂറിസം പാക്കേജ് ഇങ്ങനെ നീളുന്നു അല്ലേ? ഇതാണ് ആധുനിക വിനോദസഞ്ചാരി കാണുന്ന കേരളം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ കാണുന്ന ആസ്വദിക്കാൻ പാകത്തിലുള്ള കേരളമെന്ന ചിത്രം അതൊരു മിനുക്കിയെടുത്ത ഉൽപ്പന്നമാണ്. നമ്മൾ ഇതുവരെ സംസാരിച്ച നൂറ്റാണ്ടുകളുടെ സങ്കീർണമായ ചരിത്രത്തിനും കച്ചവടത്തിനും സാംസ്കാരികമായ കൊടുക്കൽ വാങ്ങലുകൾക്കും മുകളിൽ കെട്ടിപ്പൊക്കിയ വളരെ ലളിതമായ ഒരു കഥ. അതുകൊണ്ട് ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് നിർത്താം. ഇനി നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചിത്രം കാണുമ്പോൾ ഒന്ന് ചിന്തിക്കുക, നിങ്ങൾ ആരുടെ കഥയാണ് യഥാർത്ഥത്തിൽ കാണുന്നത്? ആരുടെ കണ്ണുകളിലൂടെയാണ് നിങ്ങൾ ആ നാടിനെ അറിയുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ.